വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചാലോ? ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഫിഫ 2024 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആർക്കാ ലഭിച്ചത്? എയ്റ്റാന ബോൺമാറ്റ്. ആർക്കാണ്? എയ്റ്റാന ബോൺമാറ്റ്. അവർക്കാണ് എന്ത് ലഭിച്ചത്? ഫിഫയുടെ 2024 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിക്കണേ. ദോഹയിൽ നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. അപ്പൊ നമുക്ക് അവിടെ ഒരു പോയിന്റും കൂടെ കിട്ടി. ഇപ്പോഴത്തെ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? ആരാ ഫിഫയുടെ പ്രസിഡന്റ്? ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ആരാണ്? ജിയാനി ഇൻഫാന്റിനോ. സ്പാനിഷ് താരമായ എയ്റ്റാന തുടർച്ചയായ 2ാം തവണയാണ് ഫിഫ പുരസ്കാരം നേടുന്നത്. അപ്പോ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, ഇവർക്ക് ഇപ്പോ ഫിഫ പുരസ്കാരം, ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള പുരസ്കാരം എയ്റ്റാനയ്ക്ക് 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് എന്നും, കൂടാതെ എയ്റ്റാന സ്പാനിഷ് താരമാണെന്നും കിട്ടി അല്ലെ. ഇനി അടുത്ത പോയിന്റ്, മികച്ച ഫുട്ബോൾ താരമായി വിനീഷ്യസ് ജൂനിയർ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആരാണ് മികച്ച ഫുട്ബോൾ താരം? ഫിഫയുടെ മികച്ച ഫുട്ബോൾ പുരുഷ താരം ആരാണ്? മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? വിനീഷ്യസ് ജൂനിയർ. ആരാണ്? വിനീഷ്യസ് ജൂനിയർ. ഇദ്ദേഹം ബ്രസീലിയൻ താരമാണ്. ഇപ്പൊ വിനീഷ്യസ് എവിടത്തുകാരനാണ്? ബ്രസീലിയൻ താരമാണ്. അടുത്തത്, വിഴിഞ്ഞം തുറമുഖത്തിന്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിഴിഞ്ഞം തുറമുഖത്തിന് നൽകിയ പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു ലൊക്കേഷൻ കോഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലൊക്കേഷൻ കോഡ്? INNYY1 എന്നാണ്. I എന്ന് പറഞ്ഞ ഇന്ത്യ, അതാണ് IN, ഇന്ത്യയുടെ IN. NYY എന്ന് ഉദ്ദേശിക്കുന്നത് നെയ്യാറ്റിൻകര ഉണ്ടല്ലോ, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് NYY, പിന്നെ 1. അപ്പോ INNYY1 എന്ന കോഡാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കോഡായിരുന്നത്. ഇപ്പൊ ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്തായിരുന്നു അത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കോഡ് അനുസരിച്ച് ഇന്ത്യ തിരുവനന്തപുരം എന്നാക്കി അത് മാറ്റി. അപ്പൊ ഇപ്പോഴത്തെ പുതിയ കോഡ് എന്താ? ഇന്ത്യയുടെ IN തന്നെ അവിടെ ഉണ്ട്, കൂടാതെ ട്രിവാൻഡ്രത്തിന്റെ TRV ഉണ്ട്. അപ്പൊ INTRV01 എന്നാണ് പുതിയ കോഡ്. INTRV01. IN ഇന്ത്യ, TRV ട്രിവാൻഡ്രം 01. ക്ലിയർ ആയല്ലോ? 2 ഭാഗങ്ങളായി 5 ഡിജിറ്റ് ചേർന്നതാണ്. അതായത് 5 ഡിജിറ്റ്സ് ഉണ്ടല്ലോ, IN-ഉം TRV അല്ലെ. അപ്പൊ 5 ഡിജിറ്റ് ചേർന്നതാണ് ഈ ലൊക്കേഷൻ കോഡ്. ആദ്യത്തെ 2 ഡിജിറ്റുകൾ, അതായത് IN രാജ്യത്തെയും, അതായത് നമ്മുടെ ഇന്ത്യയെയും, തുടർന്നുള്ള 3 ഡിജിറ്റുകൾ തുറമുഖത്തിന്റെ ലൊക്കേഷനെയും സൂചിപ്പിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഐക്യ രാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പിന്റെ ആവശ്യം പരിഗണിച്ചാണ് വിഴിഞ്ഞത്തിന് പുതിയ കോഡ് നൽകിയത്. അപ്പൊ ആരാണ് വിഴിഞ്ഞത്തിന് പുതിയ കോഡ് നൽകാൻ നിർദ്ദേശിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ 5 പ്രാദേശിക കമ്മീഷനുകളുണ്ട്. ആ 5 പ്രാദേശിക കമ്മീഷനുകളിൽ ഒരു കമ്മീഷനാണ് UNECE, പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ്. അവരുടെ നിർദ്ദേശത്തെ പരിഗണിച്ച് INTRV01 എന്ന കോഡ് വിഴിഞ്ഞം തുറമുഖത്തിന് കൊടുത്തു. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ഈ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മുൻ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ഇപ്പൊ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് കേരളത്തിലെ ഒരു മുൻ ചീഫ് സെക്രട്ടറി ആണ്. അദ്ദേഹത്തിന്റെ പേര് K ജയകുമാർ എന്നാണ്. ആരാണ് അദ്ദേഹം? K ജയകുമാർ ആണ്. അദ്ദേഹത്തിന് പുരസ്കാരം നേടിക്കൊടുത്തത് ഒരു കവിതാ സമാഹാരത്തിനാണ്.
അപ്പോ കെ ജയകുമാറിന്റെ ഏത് കവിതാ സമാഹാരത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്? പിങ്കള കേശിനി. ഏതാണ്? പിങ്കള കേശിനി. അപ്പൊ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിന് മുൻ കേരള ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 24 ഭാഷകളിലാണ് പുരസ്കാരം നൽകുന്നത്. ഇതിൽ മലയാള ഭാഗത്തിലെ പുരസ്കാരത്തിനാണ് കെ എൻ ജയകുമാറിന് മലയാള ഭാഗത്തിലെ പുരസ്കാരമാണ് കെ എൻ ജയകുമാറിന് ലഭിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം, കേരളത്തില് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ച ആദ്യ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് ഏതായിരുന്നു? അപ്പോ എന്താണ് ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് എന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. സ്വന്തം ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണ സംവിധാനം ഒരുക്കുന്നതിനും വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന പവർ പ്ലാന്റുകളെ വിളിക്കുന്ന പേരാണ് ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾ. അതായത് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കുണ്ടല്ലോ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, വിതരണം ചെയ്യാം. അതിനുവേണ്ടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് പ്ലാന്റ്? പവർ പ്ലാന്റുകളെയാണ് ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ചു കൊടുത്ത ആദ്യത്തെ ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് ആയിരുന്നു മണിയാർ. നമ്മൾ പഠിക്കണ്ടേ, കേരള ഫാക്സ് പഠിക്കുമ്പോൾ കേരളത്തിലെ 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്ന് പത്തനംതിട്ട ജില്ലയിലെ മണിയാറും അടുത്തത് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലും. ഈ പത്തനംതിട്ട ജില്ലയിലെ മണിയാറ് സ്വകാര്യമാവാൻ കാരണം എന്താണെന്ന് ഇപ്പൊ ക്ലിയർ ആയല്ലോ. അത് വ്യാവസായിക ആവശ്യത്തിന് 30 വർഷത്തേക്ക് ആർക്ക് കൊടുക്കുകയാണ്? ഒരു കമ്പനിക്ക് കൊടുക്കുകയാണ്. അപ്പോ നമ്മള് അതിനെ കുറിച്ച് പഠിക്കുക. KSEB, അതായത് KSEB നമുക്കറിയാം. KSEB 1957 മാർച്ച് 31 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലവിൽ വന്നത് അല്ലെ. ഈ KSEB-യുമായുള്ള 30 വർഷത്തെ കരാറിലാണ് കാർബുറണ്ടം കമ്പനിക്ക് മണിയാർ പ്ലാന്റ് അനുവദിച്ചു കൊടുത്തത്. അപ്പൊ കാർബുറണ്ടം എന്ന് പറയുന്ന കമ്പനിക്ക് KSEB 30 വർഷത്തെ കോൺട്രാക്ട് കൊടുക്കുകയാണ്. പ്രൈവറ്റ് ആയിട്ട് അവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, വിതരണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കാണ്. 1994 ഇവിടെ വൈദ്യുത ഉൽപാദനം തുടങ്ങിയെങ്കിലും ഔദ്യോഗികമായി മണിയാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് 1995 ശരിക്കും ഈ പദ്ധതിയുടെ 30 വർഷം തികയുന്ന 2024 ഡിസംബറില് KSEB-ക്ക് ഇവര് പ്ലാന്റ് കൈമാറേണ്ടതാണ്. എന്നാൽ കാർബുറണ്ടം കമ്പനിക്ക് കരാറ് നീട്ടി നൽകുന്നതിനുള്ള തീരുമാനം ആരെടുക്കുകയാണ്? സർക്കാർ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ വീണ്ടും നീട്ടിക്കൊടുക്കുകയാണ് ഇവർക്ക്. ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ 2 സ്വകാര്യ വൈദ്യുത പദ്ധതികളൊന്നും മണിയാറും അടുത്ത കുത്തുങ്കലുമാണ്. മണിയാർ പത്തനംതിട്ട ജില്ലയിലും കുത്തുങ്കൽ എവിടെയാണെന്ന് പറഞ്ഞു നമ്മള്? ഇടുക്കി ജില്ലയിലുമാണ്. അപ്പൊ ആ കുത്തുങ്കലിന്റെ പ്രത്യേകതയും കൂടെ ഒന്ന് ഓർത്തു വെക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലാണ്. അപ്പൊ ഈ കേരളത്തിൽ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലാണ്. അപ്പൊ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് ആണ് ഏത്? അതായത് മണിയാർ എന്ന് പറയുന്നത്. ഏത് കമ്പനിക്കാ കൊടുത്തേ? കാർബുറാണ്ടം കമ്പനിക്കാ കൊടുത്തേ. 94 കൊടുത്തു. 30 വർഷം 2024 ഡിസംബറിൽ തികഞ്ഞു. അപ്പൊ തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായെന്നാ പറഞ്ഞത്? വീണ്ടും കരാർ പുതുക്കി കൊടുക്കാൻ ആണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അവർ കമ്മീഷൻ ചെയ്ത വർഷം ഒന്ന് ഓർത്തു വെക്കാം, 1995 അപ്പൊ വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ പറഞ്ഞത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ തന്നെ ഇപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ നടന്ന 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നും ഇത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അതിനെ
ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഇത്തരം രീതിയിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചേ തീരും. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ, എന്റെ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.